റാൻഡം ഡിസിഷൻ മേക്കേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഇൻസ്റ്റൻറ്റ് ഡിസിഷൻ മേക്കേഴ്സ്. കറക്റ്റ് ചെയ്യണം അവർ. MBBS അബ്രോഡിൻ്റെ കേസിൽ ഒരുപാട് കാര്യങ്ങൾ വൈഡായിട്ട് കുട്ടികൾ അറിയാനുണ്ട്. സോ ഇൻസ്റ്റൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ എടുക്കുന്നത്. അവർക്ക് അത് ശരിയാണോ തെറ്റാണോ ഒന്നും ആലോചിക്കുന്നില്ല. ഒരു കൺട്രി സെലക്ട് ചെയ്യുമ്പോഴോ MBBS അബ്രോഡ് സെലക്ട് ചെയ്യുമ്പോഴോ ഒന്നും ആലോചിക്കുന്നില്ല. അതിനെക്കുറിച്ച് എങ്ങനെയാണ്? ഇൻസ്റ്റൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ഓൾവേസ് 100% സക്സസ് പോയിന്റിലേക്ക് എത്തണം എന്നൊരു ഉറപ്പില്ല. ശരിയല്ലേ? ഇപ്പോൾ വെരി സിമ്പിൾ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഒരു മിനിമൽ പർച്ചേസിന് കയറി ഇഷ്ടപ്പെടാത്തൊന്ന് അന്വേഷിക്കാണ്ട് താല്പര്യപ്പെടാണ്ട് പിക്ക് ചെയ്യുമ്പോൾ സാധ്യത 50-50 ആണ്. മേ ഓർ മേ നോട്ട് ബി. MBBS അബ്രോഡിൻ്റെ കേസിൽ ഒരുപാട് കാര്യങ്ങൾ വൈഡായിട്ട് കുട്ടികൾ അറിയാനുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ NMCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, WDOMS വേൾഡ് ഡയറക്ടറി ഓഫ് മെഡിക്കൽ സ്കൂൾസ്, ECFMG, അതുപോലെ തന്നെ ഇപ്പോൾ ക്ലിനിക്കൽ എക്സ്പോഷർ, കുട്ടികളുടെ പഠന സാഹചര്യം, ഇതെല്ലാം മെയിൻ കൺസേൺസ് ആണ്. ആഫ്റ്റർ ഓൾ ഇപ്പോൾ പഠിക്കാൻ വരുന്ന ഫീസ്, എക്സ്പെൻസ്, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായ അന്വേഷണത്തിലൂടെ മാത്രം ഡിസിഷൻ എടുക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവർ ഓൾവേസ് ഓൺ ദ സക്സസ് പോയിന്റ് ആയിരിക്കും. അല്ലാതെ വരുന്ന കുറച്ച് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ കാര്യത്തിലാണ് എപ്പോഴും ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുക. അത് തുടക്കം തൊട്ട് ഒടുക്കം വരെ ആ ഒരു അൺസർട്ടനിറ്റി അവർ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം അൺസർട്ടനിറ്റി ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ ഒരു പ്രോപ്പർ ഇൻഫോർമേഷനോടുകൂടെ തന്നെ എന്ത് ചെയ്യാം, ഡിസിഷൻ എടുക്കുക. അതിനാണ് നമ്മളെപ്പോലെയുള്ള കൗൺസിലേഴ്സ് അല്ല. ഇപ്പോൾ നിങ്ങൾ ഓൺ ആൻ ആവറേജ് ഒരു ദിവസം വിളിക്കുന്ന ടോട്ടൽ കോൾസിൽ ഒരു 50% ഇൻഫോർമേറ്റീവ് റെസ്പോണ്ട് ഉള്ളവരായിരിക്കും. അപ്പോൾ ബാക്കി 50% ഉണ്ടായിരിക്കും റാൻഡം ഡിസിഷൻ മേക്കേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഇൻസ്റ്റൻറ്റ് ഡിസിഷൻ മേക്കേഴ്സ്. കറക്റ്റ് ചെയ്യണം അവർ. കാരണം അത് 6 വർഷത്തെ കാര്യമാണ്. എന്താണോ അതിൻ്റെ റിസൾട്ട് അത് അവർ 6 വർഷം കഴിഞ്ഞാണ് അറിയാൻ പോണത്. മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ തന്നെ ഓൺ ഡ്യൂട്ടിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്.